ചർച്ചയുടെ തലക്കെട്ട് പോലെ തന്നെ നല്ല മാർക്കുണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക് ജോലി കിട്ടാതെ പോകുന്നത്? അതെ, ഇതിന്റെ കാരണം കണ്ടെത്താനാണ് നമ്മളിന്ന് ശ്രമിക്കുന്നത്. അതെ. ഈ ചർച്ചയിലെ ഒരു വിദ്യാഭ്യാസ വിദഗ്ധനുണ്ട്, ഒരു വ്യവസായ പ്രമുഖനുണ്ട്, പിന്നെ ജോലി കിട്ടാതെ ശരിക്കും വിഷമിക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രതിനിധി. അതെ. അപ്പോ ഇങ്ങനെ 3 കോണുകളിൽ നിന്നുള്ള കാഴ്ചപ്പാടുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വിഷയത്തിന്റെ ഒന്ന് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാം. നമ്മുടെ ലക്ഷ്യം ഇതാണല്ലേ? നിങ്ങളയച്ച ഈ ചർച്ചയിൽ ഒളിഞ്ഞിരിക്കുന്ന യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തുക. അതെ, വെറും തൊലിപ്പുറമേയുള്ള കാര്യങ്ങൾക്കപ്പുറം എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? എനിക്ക് തോന്നുന്നത് ഈ ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം വിദ്യാർത്ഥികളെ വിവരം സംഭരിക്കാനാണ് പഠിപ്പിക്കുന്നത്. ഇൻഫർമേഷൻ. അതെ, ഇൻഫർമേഷൻ. അല്ലാതെ ആ വിവരം ഉപയോഗിച്ച് ഒരു പ്രശ്നം പരിഹരിക്കാനല്ല. തുടക്കത്തിൽ തന്നെ ആ വിദ്യാർത്ഥി പറയുന്നൊരു വാചകമില്ലേ, ഞങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങളെല്ലാം പഠിക്കുന്നുണ്ട്, പക്ഷെ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ അവിടെ ചോദിക്കുന്ന കാര്യങ്ങളും ഞങ്ങൾ പഠിച്ചതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതിലുണ്ടെല്ലാം. ഇതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. കൃത്യം. ഇതിനെ സാധാരണയായി തിയറി പ്രാക്ടീസ് ഗ്യാപ്പ് എന്നൊക്കെ പറയും. പക്ഷെ അതൊരു ഒരു ഭംഗിയില്ലാത്ത വാക്കാണ്. ശരിയാണ്. ഇത് ശരിക്കും ഒരു നീന്തൽക്കുളത്തിന്റെ കരയിലിരുന്ന് നീന്തലിനെക്കുറിച്ചൊരു പുസ്തകം മുഴുവൻ മനഃപ്പാടമാക്കുന്നത് പോലെയാണ്. നല്ല ഉദാഹരണം. പുസ്തകത്തിലെ എല്ലാ നിയമങ്ങളും അറിയാം, പക്ഷേ വെള്ളത്തിൽ തള്ളിയിട്ടാൽ എന്ത് ചെയ്യണമെന്നറിയില്ല പ്രായോഗികമായിട്ട്. മുങ്ങിപ്പോവും. ഇതാണ് നമ്മുടെ കുട്ടികൾക്ക് പലപ്പോഴും തൊഴിലിടങ്ങളിൽ സംഭവിക്കുന്നത്. അവരുടെ തലയിൽ ഒരുപാട് വിവരങ്ങളുണ്ട്, പക്ഷെ അതെങ്ങനെ, എവിടെ ഉപയോഗിക്കണമെന്ന കാര്യത്തിൽ ഒരു പിടിയുമില്ല. ആ വ്യവസായ പ്രമുഖൻ പറയുന്നതും അതുതന്നെയല്ലേ? ഗൂഗിളിൽ തിരഞ്ഞാൽ കിട്ടുന്ന വിവരം തലയിലേറ്റിയ ഒരാളെ അല്ല, ആ വിവരം വെച്ച് കമ്പനിയിലെ ഒരു പുതിയ പ്രശ്നം പരിഹരിക്കുന്ന ഒരാളെയാണ് അവർക്ക് വേണ്ടതെന്ന്. അതെ. അപ്പോ കമ്പനികൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത്? ആ ചർച്ചയിൽ അദ്ദേഹം ചില കഴിവുകളെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. ഉണ്ട്. അതിൽ ആദ്യത്തേത് ആശയവിനിമയ ശേഷി. ഇത് വെറുതെ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവ് മാത്രമല്ല. അല്ല, നമ്മുടെ മനസ്സിലുള്ള ആശയം ഒരു മറവും കൂടാതെ മറ്റൊരാൾക്ക് വ്യക്തമായി പറഞ്ഞുകൊടുക്കാനുള്ള കഴിവ്. ഒരു ടീമായി ജോലി ചെയ്യുമ്പോൾ ഇത് വളരെ പ്രധാനമാണ്. ശരിയാണ്. രണ്ടാമത്തേതാണ് പ്രശ്നപരിഹാര ശേഷി, അതായത് പ്രോബ്ലം സോൾവിംഗ് സ്കിൽ. ഒരു മിനിറ്റ്, ഈ പ്രോബ്ലം സോൾവിംഗ് എന്ന് എല്ലാവരും എപ്പോഴും പറയുന്നൊരു വാക്കാണ്. പക്ഷെ എന്താണ് അതുകൊണ്ട് ആ വ്യവസായി ശരിക്കും ഉദ്ദേശിച്ചത്? നിങ്ങളയച്ച ഈ സ്ക്രിപ്റ്റില് അതിന് വ്യക്തമായ ഒരു സൂചനയുണ്ട്. അതൊരൊറ്റപ്പെട്ട കഴിവല്ല, മറിച്ചൊരു പ്രക്രിയയാണ്. വളരെ ശരിയാണ്. അദ്ദേഹം അതിനെ ഒരു 4 ഘട്ടങ്ങളായിട്ടാണ് കാണുന്നത്. 1, മുന്നിലുള്ള പ്രശ്നം എന്താണെന്ന് കൃത്യമായി നിർവചിക്കുക. പലപ്പോഴും പ്രശ്നം എന്താണെന്ന് പോലും നമുക്കറിയില്ല. 2, ആ പ്രശ്നം പരിഹരിക്കാനുള്ള 2-3 വഴികൾ കണ്ടെത്തുക. എല്ലാ സാധ്യതകളും പരിഗണിക്കുക. 3, അതിൽ ഏറ്റവും മികച്ച വഴി തെരഞ്ഞെടുത്ത് നടപ്പിലാക്കുക. 4ാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഘട്ടം നമ്മൾ ചെയ്ത കാര്യത്തിന്റെ ഫലം വിലയിരുത്തുക. അത് വിജയിച്ചോ അതോ പരാജയപ്പെട്ടോ എന്ന് നോക്കുക. അതെ, പരാജയപ്പെട്ടെങ്കിൽ എവിടെയാണ് പിഴച്ചത്? അദ്ദേഹത്തിന്റെ വാദം നമ്മുടെ കോളേജുകളിൽ ഈ 4 ഘട്ടങ്ങളിൽ ആദ്യത്തേത് പോലും ശരിക്ക് പഠിപ്പിക്കുന്നില്ല എന്നാണ്. ഇത് കേൾക്കുമ്പോൾ എനിക്കെന്റെ ആദ്യത്തെ ഇന്റർവ്യൂ ഓർമ്മ വരുന്നു. പുസ്തകത്തിലൊരു ചോദ്യം പോലും അവർ ചോദിച്ചില്ല. ഇല്ല. പകരം നിങ്ങളൊരു ടീം പ്രോജക്റ്റിൽ ഒരു അഭിപ്രായ വ്യത്യാസം എങ്ങനെ പരിഹരിക്കും എന്നായിരുന്നു ചോദ്യം. സത്യം പറഞ്ഞാൽ അന്നെനിക്ക് ഉത്തരമില്ലായിരുന്നു. കാരണം ഈ പറഞ്ഞ ഘട്ടങ്ങളൊന്നും എന്റെ ചിന്തയിലേ വന്നിട്ടില്ല. അതാണ് അനുഭവം. ഇനി അദ്ദേഹം പറയുന്ന 3ാമത്തെ കഴിവിലേക്ക് വരാം. ഒരുപക്ഷെ ഇന്നത്തെ ലോകത്തെ ഏറ്റവും പ്രധാനം അതാണ്, അഡാപ്റ്റബിലിറ്റി. അതെ, ആ വാക്ക് കേട്ടപ്പോ എനിക്കൊരു സംശയം തോന്നി. അഡാപ്റ്റബിലിറ്റി എന്നാൽ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള കഴിവെന്നല്ലേ? അതെ, പക്ഷെ ഒരു ജോലിയിൽ അതിന്റെ പ്രസക്തി എന്താണ്? നല്ല ചോദ്യം. അദ്ദേഹം ഉദ്ദേശിച്ചതിതാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയോ സോഫ്റ്റ്വെയറോ ആയിരിക്കില്ല 2 വർഷം കഴിഞ്ഞ് നിലവിലുണ്ടാവുക. ശരിയാണ്, കാര്യങ്ങൾ പെട്ടെന്ന് മാറുകയാണ്. വളരെ വേഗത്തിൽ മാറുകയാണ്. അപ്പോ പുതിയ കാര്യങ്ങൾ വേഗത്തിൽ പഠിക്കാനും പഴയ രീതികൾ മറക്കാനും പുതിയതിനോട് പെട്ടെന്ന് പൊരുത്തപ്പെടാനുമുള്ള കഴിവാണിത്. നമ്മുടെ സ്മാർട്ട് ഫോണിൽ പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അപ്ഡേറ്റ് വരുമ്പോൾ നമ്മൾ പഴയ മെനുവും ഓപ്ഷൻസും മറന്ന് പുതിയത് പഠിക്കുന്നില്ലേ? പഠിക്കുന്നുണ്ട്. അതുപോലൊരു മാനസികാവസ്ഥയാണ് തൊഴിലിടങ്ങളിലും വേണ്ടത്. അതിന് നിരന്തരമായ പഠനം ആവശ്യമാണ്. അപ്പൊ നമ്മള് പ്രശ്നം തിരിച്ചറിഞ്ഞു. പുസ്തകത്തിലെ വിവരങ്ങൾ മാത്രം പോരാ. ആശയവിനിമയം, പ്രശ്നപരിഹാരം, പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള കഴിവ്, ഇതൊക്കെ അത്യാവശ്യമാണ്. അതെ. പക്ഷെ ഇതൊക്കെ എങ്ങനെ നേടിയെടുക്കും? ഇവിടെയാണ് നിങ്ങളുടെ ചർച്ചയിൽ പരിഹാരങ്ങൾ പ്രസക്തമാകുന്നത്.
നമുക്കതിലേക്ക് കടക്കാം അല്ലേ? തീർച്ചയായും. ചർച്ചയിൽ നിന്നും 3 പ്രധാന പരിഹാരങ്ങളാണ് ഉയർന്നുവരുന്നത്. അതിലൊന്നാമത്തേത് ആ വ്യവസായ പ്രമുഖൻ തന്നെ മുന്നോട്ട് വയ്ക്കുന്ന ഇന്റേൺഷിപ്പ് എന്ന ആശയമാണ്. കോളേജ് പഠനകാലത്ത് തന്നെ വിദ്യാർത്ഥികൾക്ക് കമ്പനികളിൽ പോയി ജോലി ചെയ്യാൻ അവസരം നൽകുക. ഉം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അവർ യഥാർത്ഥ തൊഴിലിടങ്ങളിൽ വന്ന് കാര്യങ്ങൾ പഠിക്കട്ടെ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതെ. ഇത് കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ അവിടെ ആ വിദ്യാർത്ഥി ഒരു മറുചോദ്യം ചോദിക്കുന്നുണ്ടല്ലോ, നിങ്ങളത് ശ്രദ്ധിച്ചോ? ശ്രദ്ധിച്ചു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ആ കുട്ടി ചോദിക്കുന്നത് ഇതാണ്: എല്ലാ കമ്പനികളും ശരിയായ രീതിയിൽ ഇന്റേൺഷിപ്പ് നൽകുമോ? അതോ വെറുതെ ഫോട്ടോസ്റ്റാറ്റ് എടുപ്പിക്കാനും ചായ കൊണ്ടുതരാനും വേണ്ടി മാത്രമാണോ ഞങ്ങളെ വിളിക്കുന്നത്? അതൊരു യാഥാർത്ഥ്യമാണ്. പേരിനൊരു ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ എന്താണ് ഒരു നല്ല ഇന്റേൺഷിപ്പ്? ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നമുക്കിങ്ങനെ പറയാം. ഒരു വിദ്യാർത്ഥിക്ക് ആ കമ്പനിയിലെ ഒരു യഥാർത്ഥ പ്രോജക്റ്റിന്റെ ഭാഗമാകാൻ അവസരം കിട്ടണം. അവർക്കൊരു മെന്റർ അഥവാ വഴികാട്ടി ഉണ്ടാകണം. ശരിയാണ്. അവർ ചെയ്യുന്ന ജോലിക്ക് കൃത്യമായ ഫീഡ്ബാക്ക് ലഭിക്കണം. എങ്കിൽ മാത്രമേ ആ നീന്തൽക്കുളത്തിന്റെ കരയിൽ നിന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള ധൈര്യം അവർക്ക് കിട്ടൂ. അതെ. ശരിയാണ്. അപ്പോ ഇന്റേൺഷിപ്പ് എന്നത് യാഥാർത്ഥ്യവുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ്. പക്ഷെ ആ പാലത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ പുറപ്പെടുന്ന സ്ഥലം, നമ്മുടെ കോളേജുകൾ, അതെ, നമ്മുടെ കോളേജുകൾ ശക്തമായിരിക്കണ്ടേ. അവിടെയാണ് വിദ്യാഭ്യാസ വിദഗ്ധൻ സംസാരിച്ചു തുടങ്ങുന്നത്. പ്രശ്നം സിലബസിൽ തന്നെയാണെന്ന് അദ്ദേഹം വാദിക്കുന്നു. പഠനം പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം എന്ന രീതി മാറി പഠനം അറിവിനും തൊഴിലിനും വേണ്ടിയാകണം. അതിനായി സിലബസ് പരിഷ്കരിക്കണം എന്ന് പറയുന്നു. ശരിയാണ്. പക്ഷേ ഈ സിലബസ് പരിഷ്കരണം എന്ന് പറയുന്നത് എല്ലാ കാലത്തും നമ്മൾ കേൾക്കുന്ന ഒന്നല്ലേ? പഴയ പാഠങ്ങൾ മാറ്റി പുതിയത് ചേർക്കുന്നു. അതെ, അത്രയല്ലേ നടക്കാറ്? ആണ്. പക്ഷെ ഇവിടെ വിദ്യാഭ്യാസ വിദഗ്ധൻ ഉദ്ദേശിക്കുന്നത് അതല്ല. അദ്ദേഹം പറയുന്നത് ഓരോ വിഷയവും പഠിപ്പിക്കുമ്പോൾ അതിനൊപ്പം ചില കഴിവുകൾ കൂടി പഠിപ്പിക്കണമെന്നാണ്. ഓഹോ. ഉദാഹരണത്തിന്, ചരിത്രം പഠിക്കുന്നൊരു കുട്ടി ഡേറ്റ അനാലിസിസിന്റെ അടിസ്ഥാന പാഠങ്ങൾ കൂടി പഠിച്ചാൽ അവർക്ക് ചരിത്രപരമായ രേഖകളെ പുതിയ രീതിയിൽ വിശകലനം ചെയ്യാൻ കഴിയില്ലേ? ശരിയാണ്. അല്ലെങ്കിൽ മലയാളം സാഹിത്യം പഠിക്കുന്നൊരു കുട്ടിക്ക് അടിസ്ഥാന കോഡിംഗ് അറിയാമെങ്കിൽ ഭാഷാ കമ്പ്യൂട്ടിംഗുമായി ബന്ധപ്പെട്ട പുതിയ തൊഴിൽ മേഖലകളിലേക്ക് പോകാൻ സാധിക്കില്ലേ? വിഷയങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുക. അതെ, അതാണ് പോയിന്റ്. ഇത് വളരെ രസകരമായൊരു ആശയമാണ്. അതായത് സയൻസ് വിദ്യാർത്ഥികൾ മാത്രം കോഡിംഗ് പഠിച്ചാൽ മതി എന്ന ചിന്ത മാറണം. ഏത് വിഷയം പഠിക്കുന്ന വിദ്യാർത്ഥിക്കും ആശയവിനിമയം, അടിസ്ഥാന കമ്പ്യൂട്ടർ പരിജ്ഞാനം, ഡേറ്റ അനാലിസിസ് ഇതൊക്കെ നിർബന്ധമാക്കണം. അതെ. അപ്പോ സിലബസ് എന്നത് കുറെ പാഠങ്ങളുടെ കൂട്ടം എന്നതിനപ്പുറം അറിവും കഴിവും ഒരുമിച്ച് നൽകുന്നൊരു പാക്കേജായി മാറും. ശരിയാണ്. ഇനി നമ്മൾ മൂന്നാമത്തെയും ഒരുപക്ഷെ ഏറ്റവും അടിസ്ഥാനപരമായ പരിഹാരത്തിലേക്കാണ് പോകുന്നത്. അതായത് ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത് കോളേജിലല്ല, അതിനു മുൻപ് സ്കൂളുകളിലാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ നിർദ്ദേശം വരുന്നത്. 10ാം ക്ലാസ് കഴിയുമ്പോൾ എന്തു പഠിക്കണം, +2 കഴിഞ്ഞ് ഏത് കോഴ്സിന് ചേരണം എന്നതിനെക്കുറിച്ചൊരു ധാരണയുമില്ലാത്ത ഒരുപാട് പേരുണ്ടെന്ന് ആ വിദ്യാർത്ഥി പ്രതിനിധി പറയുന്നുണ്ട്. ഉണ്ട്. ഇത് സത്യമാണ്. മാർക്കിന്റെ അടിസ്ഥാനത്തിൽ സയൻസോ കൊമേഴ്സോ തിരഞ്ഞെടുക്കുന്നു. കൂട്ടുകാർ പോകുന്ന കോഴ്സിന് ചേരുന്നു. അതെ. അവസാനം താൽപ്പര്യമില്ലാത്ത ഒരു വിഷയത്തിൽ ബിരുദം നേടി പുറത്തിറങ്ങുന്നു. ഇവിടെയാണ് കരിയർ ഗൈഡൻസ് അല്ലെങ്കിൽ തൊഴിൽ മാർഗനിർദ്ദേശത്തിന്റെ പ്രാധാന്യം വരുന്നത്. പക്ഷെ ഇപ്പൊ നടക്കുന്നത് പോലെയുള്ള കരിയർ ഗൈഡൻസ് അല്ല. പിന്നെ എങ്ങനെയുള്ളതാണ്? 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഓരോ കുട്ടിയുടെയും അഭിരുചിയും താൽപ്പര്യങ്ങളും ശാസ്ത്രീയമായ രീതിയിൽ വിലയിരുത്തി അവർക്ക് അനുയോജ്യമായ വഴികൾ കാണിച്ചു കൊടുക്കുന്നൊരു സംവിധാനം സ്കൂളുകളിൽ തന്നെ വേണം. വിദ്യാഭ്യാസ വിദഗ്ധൻ പറയുന്ന ആ വാചകം വളരെ ശക്തമാണ്. എല്ലാ കുട്ടികളും ഡോക്ടറോ എഞ്ചിനീയറോ ആകേണ്ടവരല്ല. ഒരിക്കലുമല്ല. നല്ലൊരു ഡിസൈനറാകാൻ കഴിവുള്ള കുട്ടിയെ നിർബന്ധിച്ച് സയൻസ് പഠിപ്പിക്കുന്നത് ആ കുട്ടിയോടും സമൂഹത്തോടും ചെയ്യുന്ന ഒരു ദ്രോഹമാണ്. അതെ. ഓരോരുത്തർക്കും അവരവരുടേതായ കഴിവുകളുണ്ട്. അത് ചെറുപ്പത്തിൽ തന്നെ കണ്ടെത്താൻ സഹായിക്കുകയാണ് വേണ്ടത്. അപ്പോ നമ്മൾ ചർച്ച ചെയ്ത 3 പരിഹാരങ്ങൾ ഒരുമിച്ച് ചേർത്ത് വെച്ചു നോക്കൂ. 1. സ്കൂൾ തലം മുതൽ കുട്ടിയുടെ അഭിരുചി കണ്ടെത്താൻ സഹായിക്കുക. ശരി. 2. ആ അഭിരുചിക്കനുസരിച്ചുള്ള കോഴ്സ് തെരഞ്ഞെടുക്കുമ്പോൾ അറിവിനൊപ്പം കഴിവുകൾ കൂടി നൽകുന്ന ഒരു സിലബസ് ഉറപ്പാക്കുക. അതെ. 3. പഠനത്തിന്റെ അവസാന ഘട്ടത്തിൽ ഇന്റേൺഷിപ്പുകളിലൂടെ അവരെ യഥാർത്ഥ തൊഴിൽ ലോകവുമായി ബന്ധിപ്പിക്കുക. ഇതൊരു തുടർച്ചയായ പ്രക്രിയയാണ്. അതെ, ഒരു കണ്ടിന്യൂസ് പ്രോസസ്. അപ്പോ ഈ ചർച്ചയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഇതാണ്. ഇതൊരൊറ്റപ്പെട്ട പ്രശ്നമല്ല, പരിഹാരവും ഒറ്റപ്പെട്ടതാകരുത്. ഒരിക്കലും. സിലബസ് മാത്രം മാറ്റിയതുകൊണ്ടോ അല്ലെങ്കിൽ കുറെ ഇന്റേൺഷിപ്പ് കൊടുത്തതുകൊണ്ടോ കാര്യമില്ല.
സ്കൂൾ തലം മുതൽ കോളേജ് തലം വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വ്യവസായങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട ഒരു വലിയ മാറ്റമാണിത്. തീർച്ചയായും. അറിവിനൊപ്പം കഴിവും മനോഭാവവും വളർത്തിയെടുക്കുന്ന ഒരു പുതിയ പഠന സംസ്കാരം രൂപപ്പെടുത്തുകയാണ് ലക്ഷ്യം. ഉം. മാർക്കിനും ഗ്രേഡിനും അപ്പുറം ഒരു കോഴ്സ് കഴിയുമ്പോൾ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ അറിയാമെന്ന് ഒരു വിദ്യാർത്ഥിക്ക് ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയണം. സമൂഹം അത് കേൾക്കാൻ തയ്യാറാകണം. അതെ. അപ്പോഴേ യഥാർത്ഥ മാറ്റം വരൂ. ഇന്നത്തെ ഈ വിശകലനം നിങ്ങൾക്ക് പുതിയ ചില ഉൾക്കാഴ്ചകൾ നൽകിയെന്ന് കരുതുന്നു. നിങ്ങൾ അയച്ചു തന്ന ഈ ചർച്ചാക്കുറിപ്പ് കേവലം ഒരു പ്രശ്നം ചൂണ്ടിക്കാണിക്കുകയല്ല, മറിച്ച് ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തരുന്നുണ്ട്. പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു ചോദ്യം കൂടി തരാം. നമ്മൾ ഈ ചർച്ച ചെയ്ത പരിഹാരങ്ങളെല്ലാം വളരെ നല്ലതാണ്. പക്ഷേ ഇതൊക്കെ നമ്മുടെ സർക്കാർ സംവിധാനത്തിലും യൂണിവേഴ്സിറ്റി ചട്ടക്കൂടുകളിലും എത്രത്തോളം പ്രായോഗികമാണ്? അതൊരു നല്ല ചോദ്യമാണ്. വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഇത്രയും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്തായിരിക്കും? ഒരുപക്ഷെ അധ്യാപകരുടെ പരിശീലനക്കുറവാണോ അതോ ഫണ്ടിന്റെ അഭാവമാണോ? ഇതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അടുത്ത തവണ കാണുന്നതുവരെ നന്ദി.